Hi all, good morning. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലെഗ്രാഞ്ചേസ് മെത്തേഡിന്റെ പ്രോബ്ലംസ് ആണ്. ലെഗ്രാഞ്ചേസ് ഫസ്റ്റ് ഓർഡർ ലെഗ്രാഞ്ചേസ് ലീനിയർ പിഡി. നമ്മൾ ലാസ്റ്റ് കുറച്ച് ക്ലാസ്സിൽ തന്നെയായിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്. ലെഗ്രാഞ്ചേസ് ലീനിയർ പിഡി, ഫസ്റ്റ് ഓർഡർ ലെഗ്രാഞ്ചേസ് ലീനിയർ പിഡി. അതിന്റെ ഫോം പി പി പ്ലസ് ക്യൂ ക്യൂ ഈക്വൽ ടു ആർ. പി പി പ്ലസ് ക്യൂ ക്യൂ ഈക്വൽ ടു ആർ ഫോമിലുള്ള പി ഡിസിനെയാണ് നമ്മൾ ഫസ്റ്റ് ഓർഡർ ലെഗ്രാഞ്ചേസ് ലീനിയർ പി ഡി എന്ന് പറയാം. ഇതിന്റെ സൊല്യൂഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞ മെത്തേഡ് ഓഫ് ഗ്രൂപ്പിംഗ് ആണ്. ഇതിൽ തന്നെ രണ്ട് മെത്തേഡ്സ് ഉണ്ട്. ഒന്ന് മെത്തേഡ് ഓഫ് ഗ്രൂപ്പിംഗ്, രണ്ടാമത്തെ മെത്തേഡ് മൾട്ടിപ്ലയർ, മെത്തേഡ് ഓഫ് മൾട്ടിപ്ലൈസ്. ഈ മൾട്ടിപ്ലയർ മെത്തേഡ് അപ്പൊ മെത്തേഡ് ഓഫ് ഗ്രൂപ്പിംഗിലുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്തത്. ലാസ്റ്റ് 2-3 വീഡിയോസ് മുഴുവൻ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത് മുഴുവൻ മെത്തേഡ് ഓഫ് ഗ്രൂപ്പിംഗ് ആയിരിക്കും. അതായത് ഇപ്പൊ നമ്മൾ ഓക്സിലറി ഇക്വേഷൻ dx by capital P equal to dy by capital Q equal to dz by capital R എഴുതി കഴിഞ്ഞാൽ ഇതിൽ ഏതെങ്കിലും രണ്ട് റേഷ്യോസ് എടുത്തിട്ട് ആ രണ്ട് റേഷ്യോസ് തമ്മിൽ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്ത് സോൾവ് ചെയ്യുമ്പോൾ നമുക്കൊരു u കിട്ടും. പിന്നെ ഏതെങ്കിലും രണ്ടെണ്ണം, ഇപ്പോൾ ഡി എക്സ് ഡി സെറ്റോ അല്ലെങ്കിൽ ഡി വൈ ഡി സെറ്റോ ഏതെങ്കിലും രണ്ടെണ്ണം എടുത്തിട്ട് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് വി കിട്ടും. ഓക്കെ, അപ്പൊ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഫൈ ഓഫ് യു കോമ വി ഈക്വൽ ടു 0 എന്നുള്ളതാണ് എന്ത് വരിക, സൊല്യൂഷൻ വരിക. ഓക്കെ, യു ഈക്വൽ ടു സം കോൺസ്റ്റന്റ്, വി ഈക്വൽ ടു സം കോൺസ്റ്റന്റ് C2 എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഈ ഫൈ ഓഫ് യു കോമ വി ഈക്വൽ ടു 0 ഓർ യു ഈക്വൽ ടു ഫൈ ഓഫ് വി ഫോമിൽ എഴുതുന്നതിനാണ്, വി ഈക്വൽ ടു ഫൈ ഓഫ് യു ഫോമിൽ എഴുതുന്നതിനെയാണ് നമ്മൾ എന്താ പറയാ, ജനറൽ സൊല്യൂഷൻ ഓഫ് ഫസ്റ്റ് ഓർഡർ ലെഗ്രാഞ്ചേസ് ലീനിയർ PDE എന്ന് നമ്മൾ പറയാം. ഓക്കെ, ഇതാണ് നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തത്. ഇതിലെ പ്രോബ്ലംസ് എല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതെല്ലാവരും ചെയ്ത് പഠിക്കുക. കൂടുതൽ പ്രാക്ടീസ് പ്രോബ്ലംസ് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സുകളിൽ തരും. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ആദ്യം നിങ്ങൾ ക്ലാസ്സിൽ ചെയ്യുന്ന പ്രോബ്ലംസ് ആണ് ഫോക്കസ് ചെയ്യേണ്ടത്. സീരീസ് എക്സാമിനും അത് തന്നെയായിരിക്കും ഇമ്പോർട്ടന്റ്. ക്ലാസ്സിൽ ചെയ്യുന്ന പ്രോബ്ലംസ് ആണ് സീരീസ് എക്സാമിനെല്ലാം നിങ്ങൾ പഠിക്കേണ്ടത്. അപ്പൊ ഡി എക്സ് ബൈ ക്യാപിറ്റൽ പി ഈക്വൽ ടു ഡി വൈ ബൈ ക്യാപിറ്റൽ ക്യൂ ഈക്വൽ ടു ഡി സെറ്റ് ബൈ ക്യാപിറ്റൽ ആർ. ഇതാണ് നമ്മുടെ ഓക്സിലറി ഇക്വേഷൻ ഓഫ് ലെഗ്രാഞ്ചേസ് ഫസ്റ്റ് ഓർഡർ ലീനിയർ പിഡി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൾട്ടിപ്ലയർ മെത്തേഡ് ആണ്. ഓക്കെ, മൾട്ടിപ്ലയർ മെത്തേഡ്. അപ്പൊ എന്താണ് മൾട്ടിപ്ലയർ മെത്തേഡ് എന്നുള്ളത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അതിന് മുമ്പ് ഒരു പ്രോബ്ലം എഴുതാം. സോൾവ് y square plus z square into p plus അല്ല മൈനസ് ആണ്, മൈനസ് xy cube plus xz equal to 0. Solve y square plus z square p minus xy cube plus xz is equal to 0. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ ഇതിനെ ഇവിടെ ഈക്വൽ ടു ഇപ്പുറത്ത് ഒന്നുമില്ല. അപ്പൊ നമ്മൾ പിയും ക്യൂവും ഇല്ലാത്ത ടേമിനെയാണ് നമ്മൾ ആർ എന്ന് വിളിക്കുക. അപ്പൊ അത് ഇങ്ങോട്ട് കൊണ്ടുവരിക, ഈക്വൽ ടുവിന്റെ അപ്പുറത്ത് കൊണ്ടുവരിക. അപ്പൊ ഇതൊരു ഫോം ആവും y സ്ക്വയർ പ്ലസ് z സ്ക്വയർ പി മൈനസ് xy ക്യൂബ് ഈക്വൽ ടു മൈനസ് xz. അപ്പൊ ക്യാപിറ്റൽ പി ഈക്വൽ ടു y സ്ക്വയർ പ്ലസ് z സ്ക്വയർ, ക്യാപിറ്റൽ ക്യൂ ഈക്വൽ ടു മൈനസ് xy, ക്യാപിറ്റൽ ആർ ഈക്വൽ ടു മൈനസ് xz. ഓക്കെ, അപ്പൊ നമുക്ക് ക്യാപിറ്റൽ പി കിട്ടി, ക്യാപിറ്റൽ ക്യൂ കിട്ടി, ക്യാപിറ്റൽ ആർ കിട്ടി. അതായത് സ്മോൾ ലെറ്റർ പിയുടെ ഒപ്പമുള്ള ടേം ആണ് ക്യാപിറ്റൽ പി, സ്മോൾ ലെറ്റർ ക്യൂവിന്റെ ഒപ്പമുള്ള ടേം ആണ് മൈനസ് xy, അതാണ് ക്യാപിറ്റൽ ക്യൂ. പിയും ക്യൂ ഇല്ലാതെ ഈക്വൽ ടുവിന്റെ ഇപ്പുറത്തുള്ള ടേം ആണ് എന്ത്, ആർ, അതാണ് മൈനസ് xz. അപ്പൊ ഓക്സിലറി ഇക്വേഷൻ ഈസ്
given by dx by p equal to dy by q equal to dz by r. Dx by qp equal to dy by q equal to dz by r. That implies dx by p എന്ന് പറഞ്ഞാൽ y square plus z square is equal to dy by q എന്ന് പറഞ്ഞാൽ minus xy equal to dz by r എന്ന് പറഞ്ഞാൽ minus xz. ഇതാണ് ഓക്സിലറി ഇക്വേഷൻ. dx by y square plus z square equal to dy by minus xy dz by minus xz. ഓക്കെ, ഇനി നമ്മൾ മെത്തേഡ് ഓഫ് ഗ്രൂപ്പിംഗ് നമുക്ക് യൂസ് ചെയ്യാം. മെത്തേഡ് ഓഫ് ഗ്രൂപ്പിംഗ് യൂസ് ചെയ്യുമ്പോൾ ആദ്യത്തെ റേഷ്യോനെ നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല ഇവിടെ. കാരണം ആദ്യത്തെ റേഷ്യോയില് y സ്ക്വയർ പ്ലസ് z സ്ക്വയർ എന്നുണ്ട്. ആദ്യത്തെ റേഷ്യോയിലുള്ള ഡിനോമിനേറ്റർ എന്താണ്? y സ്ക്വയർ പ്ലസ് z സ്ക്വയർ ആണ്. ഈ y സ്ക്വയർ പ്ലസ് z സ്ക്വയറിൽ നിന്ന് y-യും z-ഉം നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഈ ഇങ്ങോട്ട് കൊണ്ടുവന്നാലോ എങ്ങനെ എന്ത് ചെയ്താലും ഈ ടേം ഒറ്റ ടേം ആയിട്ട് തന്നെ നിൽക്കും. y സ്ക്വയർ പ്ലസ് z സ്ക്വയറിനെ നമുക്ക് y വേറെ z വേറെ ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കില്ല. മറ്റ് മൾട്ടിപ്ലിക്കേഷൻ ആയിരുന്നെങ്കിൽ ഇപ്പൊ y സ്ക്വയർ ഇൻറ്റു z സ്ക്വയർ എന്നാണെങ്കിൽ നമുക്ക് y സ്ക്വയർ നിർത്തിയിട്ട് z സ്ക്വയർ ഇങ്ങോട്ട് കൊണ്ടുപോയി അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യായിരുന്നു. പക്ഷെ ഇവിടെ y സ്ക്വയർ പ്ലസ് z സ്ക്വയർ ആയതുകൊണ്ട് നമുക്ക് ഈ ടേമിനെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് ഫസ്റ്റ് റേഷ്യോ ഇവിടെ നമുക്ക് ഗ്രൂപ്പിങ്ങിന് യൂസ് ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, ഫസ്റ്റ് റേഷ്യോ നമുക്ക് ഇവിടെ ഗ്രൂപ്പിങ്ങിന് യൂസ് ചെയ്യാൻ സാധിക്കില്ല. എന്തുകൊണ്ടാണ്? ഈ y സ്ക്വയർ പ്ലസ് z സ്ക്വയറിനെ നമുക്ക് y വേറെ z വേറെ y-യുടെ ടേം z-ന്റെ ടേം ആയിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് ഞാൻ സെക്കൻഡ് റേഷ്യോയും തേർഡ് റേഷ്യോ എടുക്കുകയാണ്. കൺസിഡർ സെക്കൻഡ് ആൻഡ് തേർഡ് റേഷ്യോ. അപ്പൊ എന്ത് dy by minus xy equal to dz by minus xz. അപ്പൊ ഇവിടെ മൈനസ് എക്സ് ഉണ്ട്, ഇവിടെ മൈനസ് എക്സ് ഉണ്ട്, രണ്ട് ക്യാൻസൽ ചെയ്തു. മൈനസ് എക്സ് മൈനസ് എക്സ് ക്യാൻസൽ. അപ്പൊ dy by y equal to dz by z implies. So that implies integral dy by y equal to രണ്ട് ഭാഗത്ത് ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പൊ dz by z. ഇന്റഗ്രൽ dy by y is log y. അപ്പൊ log y equal to log z. log y equal to log z. log y equal to log z. ഞാനിവിടെ മാറ്റിയാണ്. log y equal to log z. Okay, so this implies log y minus log z equal to c. log c എഴുതാം വേണമെങ്കിൽ. ജസ്റ്റ് നമ്മളൊരു കോൺസ്റ്റന്റ് ആണെന്നുള്ള അർത്ഥമല്ല. ഓക്കെ, ഈക്വൽ ടു ലോഗ് സി. ഈ ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് പ്ലസ് ലോഗ് സി ചെയ്യും. പ്ലസ് സി ചെയ്താലും മതി, പ്ലസ് സി ചെയ്താലും കറക്റ്റ് ആണ്. പക്ഷെ ഞാൻ ലോഗ് സി എന്ന് എടുത്തു. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ മനസ്സിലാവും. സോ ലോഗ് എ മൈനസ് ലോഗ് ബിനെ നമുക്ക് ലോഗ് ഓഫ് എ ബൈ ബി എഴുതാം. അപ്പൊ ലോഗ് ഓഫ് വൈ ബൈ സെഡ് ഇസ് ഈക്വൽ ടു ലോഗ് സി. ലോഗ് എ മൈനസ് ലോഗ് ബി എന്ന് പറഞ്ഞാൽ ലോഗ് ഓഫ് എ ബൈ ബി ആണ്. സോ ദാറ്റ് ഇംപ്ലൈസ് രണ്ട് ഭാഗത്തും ഇ റൈസ് ടു ഇ ടു ദ പവർ എഴുതാം. അപ്പൊ ഇ റൈസ് ടു ലോഗ് ഓഫ് വൈ ബൈ ഇസെഡ് ഈക്വൽ ടു ഇ റൈസ് ടു ലോഗ് സി. സോ ദാറ്റ് ഇംപ്ലൈസ് വൈ ബൈ ഇസെഡ് ഇസ് ഈക്വൽ ടു സി. ഇതിനെ C1 എന്ന് വിളിക്കാം. അപ്പോൾ അതെല്ലാം C1 ആണ്. C1. So y by z is equal to C1. So that implies u equal to y by z. u equal to y by z. അപ്പൊ u കിട്ടി, y by z. u കിട്ടിയത് എങ്ങനെയാണ്? നമ്മൾ സെക്കൻഡും തേർഡും കൺസിഡർ ചെയ്തപ്പോഴാണ്. ഫസ്റ്റ് നമുക്ക് ഇവിടെ കൺസിഡർ ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, ഇനി ഏതെങ്കിലും രണ്ടെണ്ണം എടുക്കണം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കൺസിഡർ ചെയ്തേ പറ്റൂ അല്ലെ? കാരണം നമ്മൾ ഓൾറെഡി 2ഉം 3ഉം യൂസ് ചെയ്തിട്ട് നമ്മൾ ഒരു u കണ്ടുപിടിച്ചു. നമുക്ക് ഇനി vയും കൂടെ കണ്ടുപിടിക്കണം. v
വി കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഫസ്റ്റ് റേഷ്യോ യൂസ് ചെയ്യാതെ പറ്റില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് പക്ഷെ ഫസ്റ്റ് റേഷ്യോ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കില്ല. എന്താ കാരണം? ഫസ്റ്റ് റേഷ്യോ നമുക്ക് ഗ്രൂപ്പിങ്ങിന് യൂസ് ചെയ്താൽ അതായത് വൈയുടെയും ഇസഡിന്റെയും ടേംസ് തമ്മിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. അതായത് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയറിൽ നിന്ന് വൈയും ഇസഡും നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് നമ്മൾ എന്ത് മെത്തേഡ് യൂസ് ചെയ്യുക? മൾട്ടിപ്ലയർ മെത്തേഡ് യൂസ് ചെയ്യുക. ഓക്കെ, സോ ഹിയർ we cannot use first ratio for grouping. We cannot use first ratio for grouping, so we use multiplier method. To find v. We use multiplier method to find v. കണ്ടുപിടിക്കാൻ നമ്മൾ ഏത് മെത്തേഡ് യൂസ് ചെയ്യാണ്? മൾട്ടിപ്ലയർ മെത്തേഡ് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മുടെ ക്യാപിറ്റൽ പി എന്താ? ക്യാപിറ്റൽ പി എന്ന് പറയുന്നത് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ആണ്. ക്യാപിറ്റൽ ക്യൂ എന്ന് പറയുന്നത് മൈനസ് എക്സ് വൈ ആണ്. ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത് മൈനസ് എക്സ് ഇസഡ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് മൾട്ടിപ്ലയർ മെത്തേഡിന്റെ ബേസ് എന്ന് പറയുന്നത് വി നീഡ് ടു ഫൈൻഡ് എൽ എം എൻ സച്ച് ദാറ്റ് നമ്മൾ എൽ എം എൻ കണ്ടുപിടിക്കണം. സച്ച് ദാറ്റ് L into capital P plus M into capital Q plus N into capital R equal to 0. ഇത് 0 ആവുന്ന രീതിയിൽ എൽ എം എൻ എന്ന് പറഞ്ഞ 3 ടേംസ് നമ്മൾ കണ്ടുപിടിക്കണം. എൽ എം എൻ എന്ന് പറഞ്ഞ 3 ടേംസ് കണ്ടുപിടിക്കണം. എങ്ങനെ ആവുന്ന രീതിയിൽ? എൽ ഇൻറ്റു ക്യാപിറ്റൽ പി പ്ലസ് എം ഇൻറ്റു ക്യാപിറ്റൽ ക്യൂ പ്ലസ് എൻ ഇൻറ്റു ക്യാപിറ്റൽ ആർ എന്താവണം? 0 ആവണം. അതായത് എൽ ഇൻറ്റു y square plus z square plus m into minus xy plus n into minus xz equal to 0. അതായത് എനിക്കൊരു L കണ്ടുപിടിക്കണം. എന്താവുന്ന രീതിയിൽ? L into y square plus z square plus m into minus xy plus n into minus xz is equal to 0. ഓക്കെ, ഇത് ഈ എല്ലും എമ്മും എന്നും എന്നെ എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് നോക്കാം. സപ്പോസ് ഞാൻ എൽ ഈക്വൽ ടു എക്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ എൽ ഈക്വൽ ടു എക്സ്, എം ഈക്വൽ ടു വൈ, എൻ ഈക്വൽ ടു ഇസഡ്. എന്താണ് സംഭവിക്കുക നോക്കാം. എൽ ഈക്വൽ ടു എക്സ്, എം ഈക്വൽ ടു വൈ, എൻ ഈക്വൽ ടു ഇസഡ്. സാർ എങ്ങനെയാണ് ഇത് കണ്ടുപിടിച്ചത് എന്ന് നിങ്ങൾക്കൊരു സ്വാഭാവികമായിട്ടൊരു സംശയം വരേണ്ടതാണ്. പക്ഷെ ഞാൻ എന്താ പറയുന്നതെന്ന് വെച്ചാല് കുറെ സ്റ്റാൻഡേർഡ് മൾട്ടിപ്ലയേഴ്സ് ഉണ്ട്. അതിൽ ഒരെണ്ണമാണ് എന്ത്? എക്സ് വൈ ഇസഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് നമ്മൾ എപ്പോഴും ആദ്യം ചെക്ക് ചെയ്യുക ഈ 3 സാറ്റിസ്ഫൈ ചെയ്യുമോ എന്നുള്ളതാണ്. അതായത് എക്സും വൈയും ഇസഡും ആദ്യത്തെ ടേമിനെ എക്സ് കൊണ്ടും രണ്ടാമത്തെ ടേമിനെ വൈ കൊണ്ടും മൂന്നാമത്തെ ടേമിനെ ഇസഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 0 കിട്ടുമെന്ന് ഞാൻ വെറുതെ ചെക്ക് ചെയ്യാണ്. ഓക്കെ, അത് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് മൾട്ടിപ്ലയേഴ്സ് കിട്ടി. ഇനി ഇത് കിട്ടിയില്ലെങ്കിൽ നമ്മൾ വേറെ എന്ത് ചെയ്താലാണ് ഇത് 0 ആവുക എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു മൾട്ടിപ്ലയേഴ്സ് ആണ് എന്ത്? എക്സ് വൈ സെറ്റ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം എന്ത് ചെക്ക് ചെയ്യുന്നത്? ഈ മൾട്ടിപ്ലയേഴ്സ് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം എല്ലിന് സ്ഥാനത്ത് എക്സ് കൊടുത്തു. അപ്പൊ എക്സ് ഇൻറ്റു വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ പ്ലസ് വൈ ഇൻറ്റു മൈനസ് എക്സ് വൈ പ്ലസ് ഇസഡ് ഇൻറ്റു മൈനസ് എക്സ് ഇസഡ് ഈക്വൽ ടു എന്താണെന്നുള്ളത് കണ്ടുപിടിക്കാൻ. ഓക്കെ, ഈക്വൽ ടു 0 ആവുന്ന രീതിയിൽ എനിക്ക് എന്ത് കണ്ടുപിടിക്കണം? എൽ എം എന്നും കണ്ടുപിടിക്കണം. അപ്പൊ ഞാൻ ആദ്യം എന്ത് ചെയ്തു? എൽ എക്സ്, എം വൈ, എൻ ഇസഡ് ആയിട്ട് ചൂസ് ചെയ്തു.
ഇനി ഇവിടെ എഴുതാണ്. ഓക്കെ, അപ്പൊ ഞാൻ ഇതെന്താണെന്നുള്ളത് നോക്കാം. എക്സ് വൈ സ്ക്വയർ, എക്സ് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തു, അപ്പൊ എക്സ് വൈ സ്ക്വയർ പ്ലസ് എക്സ് ഇസെഡ് സ്ക്വയർ മൈനസ് വൈ ഇൻറ്റു മൈനസ് എക്സ് വൈ മൈനസ് എക്സ് വൈ സ്ക്വയർ, മറ്റത് മൈനസ് എക്സ് ഇസെഡ് സ്ക്വയർ. ഇവിടെ എക്സ് വൈ സ്ക്വയർ ഉണ്ട്, ഇവിടെ മൈനസ് എക്സ് വൈ സ്ക്വയർ ഉണ്ട്, ഇവിടെ എക്സ് ഇസെഡ് സ്ക്വയർ ഉണ്ട്, ഇവിടെ മൈനസ് എക്സ് ഇസെഡ് സ്ക്വയർ. അപ്പൊ ക്യാൻസൽ ചെയ്ത് എന്ത് കിട്ടി? 0. അപ്പൊ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? 0 കിട്ടിയ സ്ഥിതിക്ക് എൽ എന്തായിട്ട് ചൂസ് ചെയ്യാം? എൽ എക്സ് ആയിട്ട് ചൂസ് ചെയ്യാം, എം വൈ ആയിട്ട് ചൂസ് ചെയ്യാം, എൻ ഇസെഡ് ആയിട്ട് ചൂസ് ചെയ്യാം. ഇനി നമുക്കിത് 0 കിട്ടിയില്ല എന്ന് വിചാരിക്കുക. 0 കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഈ മൾട്ടിപ്ലയേഴ്സ് യൂസ് ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ നമ്മൾ എക്സ് സ്ക്വയർ വൈ സ്ക്വയർ ഇസെഡ് സ്ക്വയർ അങ്ങനെ എന്തെങ്കിലും നോക്കണം, അല്ലെങ്കിൽ എക്സ് ബൈ വൈ വൈ ബൈ ഇസെഡ് അങ്ങനെ എന്തെങ്കിലും നമ്മൾ ടേംസ് എന്തായിട്ട് ചൂസ് ചെയ്യണം? എല്ലും എമ്മും എന്നും ആയിട്ട് ചൂസ് ചെയ്യണം. ദാറ്റ് ഈസ് ദ ബേസിക് ഐഡിയ. അതായത് എക്സ് വൈ സെറ്റ് നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന മൾട്ടിപ്ലയേഴ്സ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ അത് ചെക്ക് ചെയ്ത്. ഈ പ്രോബ്ലത്തിൽ എനിക്കിത് സക്സസ് ആയി, കാരണം ഈക്വൽ ടു 0 കിട്ടി. എല്ലാ പ്രോബ്ലത്തിലും ഇങ്ങനെ ഈക്വൽ ടു 0 കിട്ടണമെന്ന് നിർബന്ധമില്ല. അപ്പൊ നമ്മൾ അങ്ങനത്തെ പ്രോബ്ലംസ് നമ്മൾ ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മൾ കുറച്ച് മൾട്ടിപ്ലയേഴ്സ് മനസ്സിൽ കണക്കൂട്ടി വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ആദ്യത്തെ 1-2 പ്രോബ്ലത്തിൽ ഇത് കണ്ടുപിടിക്കാനുള്ള ഒരു പ്രയാസം ഉണ്ടാവും, പിന്നീട് നമുക്കത് ഈസി ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പൊ ഈക്വൽ ടു 0 കിട്ടിയതുകൊണ്ട് നമുക്ക് എന്ത് മൾട്ടിപ്ലയേഴ്സ് യൂസ് ചെയ്യാം? എക്സ് വൈ ഇസെഡ്. ഓക്കെ, അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് ചെയ്യുക എൽ ഡി എക്സ് പ്ലസ് എം ഡി വൈ പ്ലസ് എൻ ഡി സെഡ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കും. എൽ ഡി എക്സ് പ്ലസ് എം ഡി വൈ പ്ലസ് എൻ ഡി സെഡ് ഈക്വൽ ടു 0. ഓക്കെ, ദാറ്റ് ഇസ് ദ ഇക്വേഷൻ. അപ്പോൾ ഇവിടെ എൽ എന്താണ്? എക്സ് ആണ്. അപ്പൊ വിച്ച് ഇംപ്ലൈസ് എക്സ് ഡി എക്സ് പ്ലസ് വൈ ഡി വൈ പ്ലസ് എൻ ഡി സെഡ് ഈക്വൽ ടു 0. ഇസെഡ് ഡി സെഡ്, ഇസെഡ് ഡി സെഡ് ഈക്വൽ ടു 0. ഇസെഡ് ഡി സെഡ്, എല്ലിന് സ്ഥാനത്ത് എക്സ്, ഇതാണ് ഇക്വേഷൻ. ഇപ്പൊ എല് എക്സ് സ്ക്വയർ ആണെങ്കിൽ ഇവിടെ എക്സ് സ്ക്വയർ ഡി എക്സ് ആവും. ഇനി എം എക്സ് വൈ ആണെങ്കിൽ ഇവിടെ എക്സ് വൈ ഡി വൈ അപ്പൊ അതിനനുസരിച്ച് എന്ത് ചെയ്യും? മാറും. ഓക്കെ, അപ്പൊ ഇവിടെ ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ടത് എക്സ് ഡി എക്സ് പ്ലസ് വൈ ഡി വൈ പ്ലസ് ഇസെഡ് ഡി സെഡ് ഈക്വൽ ടു 0, അതായത് എൽ ഡി എക്സ് പ്ലസ് എം ഡി വൈ പ്ലസ് എൻ ഡി സെഡ് ഈക്വൽ ടു 0 എന്ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ അങ്ങനെ ചെയ്താൽ നമുക്ക് ഇനി ഇത് കിട്ടിയല്ലോ. ഇനി നമ്മൾ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് ആൻസർ ആയി. ഓക്കെ, so integrate on both sides. Integrate on both sides. Okay, so നമുക്ക് എന്ത് കിട്ടും? ഇന്റഗ്രൽ എക്സ് ഡി എക്സ് പ്ലസ് ഇന്റഗ്രൽ വൈ ഡി വൈ പ്ലസ് ഇന്റഗ്രൽ ഇസെഡ് ഡി സെഡ് ഈക്വൽ ടു ഇന്റഗ്രൽ 0. ഇന്റഗ്രൽ 0 കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, ഒരു 0ന്റെ ഇന്റഗ്രൽ എപ്പോഴും എന്തായിട്ട് എടുക്കുക? കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കുക. So that implies x dx ചെയ്യുമ്പോൾ x square by 2 plus y square by 2 plus z square by 2 equal to c1. Okay, so this implies ഇപ്പൊ ഇത് ഇവിടെ നമുക്ക് വേണമെങ്കിൽ v എന്തായിട്ട് എടുക്കാം? v equal to 1 by 2 into x square plus y square plus z square ആയിട്ട് എടുക്കാം. v equal to 1 by 2 into x square plus y square plus z square. വേണമെങ്കിൽ 1 by 2 ഒഴിവാക്കാം. അത് ഈ മൾട്ടിപ്പിൾ കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ ഒക്കെ നമുക്ക് ഇപ്പൊ 2x പകരം x എടുത്താലും മതി. ഓക്കെ, അപ്പോ v ഇവിടെ എന്തായിട്ടും ചൂസ് ചെയ്യാം? x square plus y square plus z square ആയിട്ടും ചൂസ് ചെയ്യാം. അപ്പോൾ അതും കറക്റ്റ് ആൻസർ തന്നെയാണ്. പക്ഷെ x square plus y square plus z square മൾട്ടിപ്പിൾസ് ആയിരിക്കണം എന്ത്? v. ഇപ്പൊ 2ന് സ്ഥാനത്ത് ഞാൻ 3 ചൂസ് ചെയ്യും, 1 by 2 സ്ഥാനത്ത് ഞാൻ 3 into x square plus y square plus z square യൂസ് ചെയ്താലും കറക്റ്റ് ആൻസർ തന്നെയാണ്. അത് നമ്മൾ ഇവിടെ c1 ആണല്ലോ, അപ്പൊ അത് ഈ 1 by 2 പുറത്തേക്ക് എടുത്തിട്ട് ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ അത് 2c1 ആയിട്ട് മാറും. അപ്പൊ എനിവേ v ഈക്വൽ ടു സം കോൺസ്റ്റന്റ് എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ v എന്നുള്ളത് എന്താണ്? ഇവിടെ നമുക്ക് 1 by 2 into x square plus y square plus z square എന്നാണ് കിട്ടിയിട്ടുള്ളത്. ഈ 1 by 2 into x square plus y square plus z square പകരം വെറും x square plus y square plus z square എഴുതിയാലും കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ,
അപ്പൊ നമുക്ക് വി കിട്ടി. അപ്പൊ ജനറൽ സൊല്യൂഷൻ എന്താ വരിക? ജനറൽ സൊല്യൂഷൻ ഈസ് general solution is what? Phi of u comma v equal to 0. So u നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. u is y by z അല്ലെ? u equal to y by z. So y by z comma 1 by 2 into x square plus y square plus z square. ഈ 1 by 2 എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പൊ നമ്മൾ ഇതിനെ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. or y by z is equal to phi of x square plus y square plus z square. ഈ 1 by 2 എഴുതിയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ഇങ്ങനെ കോമൺ ആയിട്ട് ഒരു മൾട്ടിപ്പിൾ ഉണ്ടെങ്കിൽ ആ മൾട്ടിപ്പിൾ ഒഴിവാക്കി കഴിഞ്ഞാലൊക്കെ ഉത്തരം തന്നെയാണ് കറക്റ്റ് ആണ്. ഓക്കെ, സോ phi into x square y by z equal to z ആണ്. y by z is equal to phi of x square plus y square plus z square. That is the general solution. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ യൂസ് ചെയ്ത മെത്തേഡ് എന്താണ്? മൾട്ടിപ്ലയർ മെത്തേഡ് ആണ്. അതായത് എൽ ഡി എക്സ് എൽ പി പ്ലസ് എം ക്യു പ്ലസ് എൻ ഇസെഡ് ഈക്വൽ ടു അല്ല എൻ ആർ ഈക്വൽ ടു 0. എൻ ആർ ഈക്വൽ ടു 0 ആവുന്ന രീതിയിൽ എന്ത് കണ്ടുപിടിക്കണം? എല്ലും എമ്മും എന്നും കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? എൽ ഡി എക്സ് പ്ലസ് എൻ ഡി വൈ പ്ലസ് എൻ ഡി സെഡ് ഈക്വൽ ടു 0 കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അത് ഇന്റഗ്രേറ്റ് ചെയ്തിട്ട്. ഓക്കെ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ സോൾവ്. ഈ ടൈപ്പ് പ്രോബ്ലംസ് കമ്പൽസറി ക്വസ്റ്റ്യൻ ആണ്. ഉറപ്പായിട്ട് ഈ ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. എക്സ് ഇൻറ്റു വൈ സ്ക്വയർ മൈനസ് ഇസെഡ് സ്ക്വയർ പി പ്ലസ് വൈ ഇൻറ്റു ഇസെഡ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ക്യൂ ഈക്വൽ ടു ഇസെഡ് ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. Okay, PP plus QQ equal to R form ആണ്. PP plus QQ equal to R form ആണ്. So that is the first order Lagrange's linear PD. First order Lagrange's linear PD ആണ്. അപ്പൊ capital P എന്താ? Capital P equal to x into y square minus z square. Capital Q equal to y into z square minus x square. Capital R equal to z into x square minus y square. അപ്പൊ നമുക്ക് capital P കിട്ടി, ക്യാപിറ്റൽ ക്യൂ കിട്ടി, ക്യാപിറ്റൽ ആർ കിട്ടി. 3 ടേംസും നമുക്ക് കിട്ടി. ഓക്കെ, അപ്പൊ ഓക്സിലറി ഇക്വേഷൻ എന്ത് വരും? ഓക്സിലറി ഇക്വേഷൻ 2 മാർക്ക് ഉണ്ട് കേട്ടോ. അപ്പൊ ഒന്നും അറിഞ്ഞില്ലെങ്കിൽ ഓക്സിലറി ഇക്വേഷൻ എങ്കിലും എഴുതി വെക്കുക. ഓക്കെ, ഓക്സിലറി ഇക്വേഷൻ ഈസ് ഡി എക്സ് ബൈ പി അല്ലെ? അപ്പൊ എക്സ് ഇൻറ്റു വൈ സ്ക്വയർ മൈനസ് ഇസെഡ് സ്ക്വയർ ഈക്വൽ ടു ഡി വൈ ബൈ വൈ ഇൻറ്റു ഇസെഡ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ equal to dz by z into x square minus y square. Okay, അപ്പോൾ that is the auxiliary equation. Okay, auxiliary equation എഴുതിയാൽ 2 മാർക്ക് ഉറപ്പായിട്ടും കിട്ടും. അപ്പൊ പി ക്യു ആർ എഴുതുക, എന്നിട്ട് ഡി എക്സ് ബൈ പി ഈക്വൽ ടു ഡി വൈ ബൈ ക്യൂ ഈക്വൽ ടു ഡി സെറ്റ് ബൈ ആർ എഴുതിയാൽ ഓക്സിലറി ഇക്വേഷൻ ആയി. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് എന്താണ്? ഗ്രൂപ്പ് ചെയ്യാൻ പറ്റുമോ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഓക്കെ, ഇവിടെ വൈ സ്ക്വയർ മൈനസ് ഇസെഡ് സ്ക്വയർ എന്നുള്ള ടേം ഉണ്ട്. അതുകൊണ്ട് ഫസ്റ്റ് റേഷ്യോനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഇസെഡ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഉണ്ട്. അതുകൊണ്ട് സെക്കൻഡ് റേഷ്യോനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഉണ്ട്. അതുകൊണ്ട് തേർഡ് റേഷ്യോയും നമുക്ക് ഇവിടെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു ഏതെങ്കിലും 2 എണ്ണം സെപ്പറേറ്റ് ചെയ്യാൻ പറ്റിയാലേ നമുക്ക് ആ 2 റേഷ്യോസ് എടുത്തിട്ട് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ മെത്തേഡ് ഓഫ് ഗ്രൂപ്പിംഗ് നമുക്ക് യു കണ്ടുപിടിക്കാനും വി കണ്ടുപിടിക്കാനും അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, തൊട്ടു മുന്നത്തെ പ്രോബ്ലത്തിൽ അങ്ങനെ ആയിരുന്നില്ല. ഒറ്റ റേഷ്യോ മാത്രമേ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്തത് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് നമുക്ക് മറ്റേത് 2 എണ്ണം സെപ്പറേറ്റ് ചെയ്തിട്ട് ഗ്രൂപ്പ് ചെയ്ത് നമുക്ക് എന്ത് കണ്ടുപിടിക്കായിരുന്നു? യു കണ്ടുപിടിക്കായിരുന്നു. പക്ഷെ ഇവിടെ നമുക്ക് അതും പറ്റില്ല. യു കണ്ടുപിടിക്കാനും നമ്മൾ എന്ത് യൂസ് ചെയ്തേ പറ്റൂ? മൾട്ടിപ്ലയർ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്തേ പറ്റൂ. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം ഒരു എൽ എം എൻ പി അതായത് എൽ പി ഇൻറ്റു എൽ പി പ്ലസ് എൽ പി പ്ലസ് എം ഇൻറ്റു ക്യൂ പ്ലസ് എൻ ഇൻറ്റു ആർ ഈക്വൽ ടു 0 ആവുന്ന രീതിയിൽ എന്ത് കണ്ടുപിടിക്കണം? എല്ലും എമ്മും എന്നും. അപ്പൊ നമ്മൾ ഏറ്റവും ആദ്യം നമ്മൾ ചെക്ക് ചെയ്തതാണ് എക്സ് വൈ സെറ്റ് ആണ്. അപ്പൊ ചൂസ്
L equal to x, m equal to y, n equal to z. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ചെക്ക് ചെയ്യുമ്പോൾ എക്സ് ഇൻറ്റു, അപ്പൊ എക്സ് സ്ക്വയർ ആവും അല്ലെ, എക്സ് ഇൻറ്റു എക്സ് വരും. അപ്പൊ എക്സ് സ്ക്വയർ ഇൻറ്റു വൈ സ്ക്വയർ മൈനസ് ഇസഡ് സ്ക്വയർ പ്ലസ് ഇവിടെ വൈ സ്ക്വയർ വരും. അപ്പൊ വൈ സ്ക്വയർ ഇൻറ്റു ഇസഡ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ വൈ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഇസഡ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസഡ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എക്സ് സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ എക്സ് സ്ക്വയർ മൈനസ് ഇസഡ് സ്ക്വയർ വൈ സ്ക്വയർ. അപ്പോൾ എക്സ് സ്ക്വയർ വൈ സ്ക്വയർ ഉണ്ട്, ഇവിടെ ഒരു എക്സ് സ്ക്വയർ വൈ സ്ക്വയറിന്റെ ക്യാൻസൽ ആവും, ഇവിടെ ഒരു എക്സ് സ്ക്വയർ ഉണ്ട്, ഇവിടെ ഉണ്ടാവും. ഇതെല്ലാം ക്യാൻസൽ ആയി പോയിട്ട് എന്ത് കിട്ടും? 0 കിട്ടും. അപ്പോ നമുക്ക് ഏത് മൾട്ടിപ്ലയർ കിട്ടി? ഒരു മൾട്ടിപ്ലയർ കിട്ടി, എന്ത്? എക്സ് വൈ ഇസഡ്, എക്സ് വൈ ഇസഡ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? എൽ ഡി എക്സ് പ്ലസ് എം ഡി വൈ പ്ലസ് എൻ ഡി സെഡ് ഈക്വൽ ടു 0. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? അപ്പോ എക്സ് ഡി എക്സ് പ്ലസ് വൈ ഡി വൈ പ്ലസ് ഇസഡ് ഡി സെഡ് ഈക്വൽ ടു 0. ഇന്റഗ്രേറ്റ് ഓൺ ബോത്ത് സൈഡ് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് വൈ സ്ക്വയർ ബൈ 2 പ്ലസ് എക്സ് സ്ക്വയർ ബൈ 2, നേരത്തെ അതേ സ്റ്റെപ്പ്, ഈക്വൽ ടു C1. അപ്പൊ യു എന്തായിട്ട് കിട്ടി? യു ഈക്വൽ ടു ഈ 1/2 കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ യു ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ, യു ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ. ഓക്കെ ഓക്കെ, ഇനി ഇതൊരു സ്റ്റാൻഡേർഡ് വേ ആണ്. ഓക്കെ, ഒരു സ്റ്റാൻഡേർഡ് വേ, നമ്മളൊരു പ്രോബ്ലം ചെയ്യുന്നതിന്റെ ഒരു സ്റ്റാൻഡേർഡ് വേ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇപ്പോ യു മാത്രമേ കിട്ടിയുള്ളൂ അല്ലെ. ഇനി വി കിട്ടണം. വി കിട്ടണമെങ്കിൽ നമ്മൾ വേറെ മൾട്ടിപ്ലൈസ് കണ്ടുപിടിക്കും. ഇപ്പൊ നമ്മൾ എക്സ് വൈ സെഡ് യൂസ് ചെയ്ത പോലെ വേറെ ഏതെങ്കിലും മൾട്ടിപ്ലൈസ് യൂസ് ചെയ്യുമ്പോൾ ഇതുപോലെ നമുക്ക് എൽ ഡി എക്സ് പ്ലസ് എം ഡി അല്ലെ എൽ പി പ്ലസ് എം ക്യൂ പ്ലസ് എൻ ആർ 0 ആവുന്നുണ്ടോ എന്നുള്ള വേറെ എല്ലും എമ്മും എന്നും നമ്മൾ കണ്ടുപിടിക്കണം. എക്സ് വൈ സെഡ് അല്ലാത്ത മൾട്ടിപ്ലയർ ഏതെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം. ഓക്കെ, അപ്പൊ ഞാൻ വേറൊരു മൾട്ടിപ്ലയർ എഴുതുകയാണ്. ഓക്കെ, ഇത് ഞാൻ എങ്ങനെ എഴുതണു എന്ന് ചോദിക്കരുത്, ഞാൻ ജസ്റ്റ് ഒരു എഴുതുകയാണ്, ചെക്ക് ചെയ്യാണ്, എനിക്ക് അറിയില്ല ഇത് ശരിയാണോ എന്ന്. ഓക്കെ, ഞാൻ ജസ്റ്റ് എൽ ഈക്വൽ ടു എക്സ് സ്ക്വയർ കൊടുത്തു, എം ഈക്വൽ ടു വൈ സ്ക്വയർ കൊടുത്തു, എൻ ഈക്വൽ ടു ഇസഡ് സ്ക്വയർ കൊടുത്തു. നിങ്ങൾക്ക് ഇത് നോക്കി കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ ഇറ്റ് ഇസ് വെരി ഗുഡ്. ഓക്കെ, നിങ്ങൾക്ക് ഇങ്ങനെ നോക്കി സം ചെയ്ത് 0 പറ്റുന്ന രീതിയിൽ എല്ലും പിയും നിങ്ങൾക്ക് നോക്കി കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ ഓക്കെ. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ആദ്യം എക്സ് വൈ സെഡ് കൊടുക്കുക, പിന്നെ ഏതെങ്കിലും വേറെ ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പൊ അത് ചില ആൾക്കാർക്ക് ഇത് നോക്കിയാൽ തന്നെ ഇങ്ങനെ എന്തെങ്കിലും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് ഇങ്ങനെ സം ചെയ്ത് 0 വരുന്ന രീതിയിൽ എല്ലും എമ്മും എന്നും പെട്ടെന്ന് കിട്ടും. അത് ഓരോരുത്തരുടെ എബിലിറ്റി അനുസരിച്ചാണ്. എബിലിറ്റി ഒന്നും ഇല്ലെങ്കിൽ ഞാൻ പറയണ പോലെ ചെയ്യാം. നമ്മൾ കുറെ മൾട്ടിപ്ലയേഴ്സ് നോക്കി വെക്കുക, എന്നിട്ട് അതിൽ ഏതെങ്കിലും അപ്ലൈ ചെയ്യാം, അതേ നടക്കുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മള് എക്സ് സ്ക്വയർ കൊടുത്താൽ എന്ത് കിട്ടും? എക്സ് സ്ക്വയർ എക്സ് ക്യൂബ് ആവും അല്ലെ. എക്സ് ക്യൂബ് ഇൻറ്റു വൈ സ്ക്വയർ മൈനസ് ഇസഡ് സ്ക്വയർ പ്ലസ് വൈ ക്യൂബ് ഇൻറ്റു ഇസഡ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് ഇസഡ് ക്യൂബ് ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. ഇതൊരിക്കലും 0 കിട്ടില്ല, കാരണം ഇവിടെ എക്സ് ക്യൂബ് വൈ സ്ക്വയർ ആണ്, ഇവിടെ എക്സ് സ്ക്വയർ വൈ ക്യൂബ് ആണ്. അപ്പൊ ഇതൊരിക്കലും ക്യാൻസൽ ആയി പോവില്ല. ഓക്കെ, ഇതൊരിക്കലും എന്താവില്ല, ക്യാൻസൽ ആയി പോവില്ല. അപ്പൊ ഈ മൾട്ടിപ്ലയർ യൂസ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഈ സ്റ്റെപ്പിൽ തന്നെ മനസ്സിലായി. കാരണം ഇത് 0 കിട്ടണം, ഇതെന്ത് കിട്ടണം? 0 കിട്ടണം. അതായത് ഈ ടേംസ് എല്ലാം ക്യാൻസൽ ചെയ്ത് പോയി 0 കിട്ടണം. പക്ഷെ ഇവിടെ എക്സ് ക്യൂബ് വൈ സ്ക്വയർ ആണ് ഉണ്ടാവുക, ഇവിടെ വൈ ക്യൂബും എക്സ് സ്ക്വയറും ആണ്. അതുകൊണ്ട് ഇത് ഒരിക്കലും എന്താവില്ല, ക്യാൻസൽ ആവില്ല. അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് എന്ത് പറയാം? ഇവിടുന്ന് നമുക്ക് എന്ത് പറയാം?
ഈ മൾട്ടിപ്ലയേഴ്സ് ഇവിടെ ഫെയിലിയർ ആണ്. അതുകൊണ്ട് ഈ മൾട്ടിപ്ലയേഴ്സ് നമുക്ക് ഈ പ്രോബ്ലത്തിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. എക്സ് സ്ക്വയർ വൈ സ്ക്വയർ സെറ്റ് സ്ക്വയർ എന്ന് പറഞ്ഞ മൾട്ടിപ്ലയേഴ്സ് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, അപ്പൊ ഇത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാവുന്ന ഒരു മൾട്ടിപ്ലയർ എന്ന് പറയുന്നത് 1/x 1/y 1/z ആണ്. ഓക്കെ, എക്സ് സ്ക്വയർ എക്സ് വൈ സെറ്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ശ്രമിക്കേണ്ടത് എക്സ് സ്ക്വയർ വൈ സ്ക്വയർ സെറ്റ് സ്ക്വയർ ആണ്. അത് ഫെയിലിയർ ആവുമെന്ന് നമുക്ക് നോക്കിയപ്പോൾ തന്നെ മനസ്സിലായി. അപ്പൊ നമ്മൾ നെക്സ്റ്റ് ശ്രമിക്കുകയാണ്. നെക്സ്റ്റ് മൾട്ടിപ്ലയേഴ്സ് choose L equal to 1/x, M equal to 1/y, N equal to 1/z. Choose L equal to 1/x, M equal to 1/y, N equal to 1/z. Choose ചെയ്യാം. അപ്പോൾ what will you get? അപ്പോൾ നമുക്ക് കിട്ടുക LP എന്ന് പറയുമ്പോൾ x by x 1 ആവും അല്ലെ. അപ്പൊ 1/x into x into y square minus z square plus 1/y into y into z square minus x square plus 1/z into z into x square minus y square. ഈ എക്സും എക്സും ക്യാൻസൽ ആയി, വൈയും വൈയും ക്യാൻസൽ ആയി, ഇസറ്റും ഇസറ്റും ക്യാൻസൽ ആയി. അപ്പൊ ബാക്കി എന്താ വരിക? വൈ സ്ക്വയർ മൈനസ് ഇസറ്റ് സ്ക്വയർ പ്ലസ് ഇസറ്റ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. ഓക്കെ, അപ്പൊ വൈ സ്ക്വയർ ഉണ്ട്, ഇവിടെ ഒരു മൈനസ് വൈ സ്ക്വയർ ഉണ്ട്, ഇവിടെ മൈനസ് എക്സ് സ്ക്വയർ ഉണ്ട്, പ്ലസ് എക്സ് സ്ക്വയർ ഉണ്ട്, ഇവിടെ മൈനസ് ഇസറ്റ് സ്ക്വയർ ഉണ്ട്, പ്ലസ് ഇസറ്റ് സ്ക്വയർ ഉണ്ട്, ഈക്വൽ ടു 0. അപ്പൊ ഇത് നമുക്ക് എന്തായിട്ട് യൂസ് ചെയ്യാം? 1/x 1/y 1/z ക്യാൻ ബി യൂസ്ഡ് ആസ് എ മൾട്ടിപ്ലയർ. ഓക്കെ ഓക്കെ, കാരണം അത് 0 കിട്ടി. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? സോ എൽ ഡി എക്സ് പ്ലസ് എം ഡി വൈ പ്ലസ് എൻ ഡി സെറ്റ് ഈക്വൽ ടു 0 ഇംപ്ലൈസ് 1/x dx plus 1/y dy plus 1/z dz equal to 0. 1/x dx plus 1/y dy plus 1/z dz equal to 0. ഓക്കെ, ഇനി ഇതിനെ ഓരോന്നിനും ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇന്റഗ്രൽ 1/x dx plus integral 1/y dy plus integral 1/z dz equal to constant അല്ലെ. 0 ഇന്റഗ്രേറ്റ് ചെയ്താൽ കോൺസ്റ്റന്റ്, അതിനെ C2 എന്ന് വിളിക്കും. ഓൾറെഡി നമ്മൾ C1 യൂസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് C2 യൂസ് ചെയ്യും. അപ്പൊ ഇന്റഗ്രൽ 1/x dx എന്ത് വരിക? വേണമെങ്കിൽ ലോഗ് C2 എന്നാക്കാം. ഓക്കെ, എന്തിനാണ് ലോഗ് C2 എന്ന് പറയുമ്പോൾ എക്സ്പൊണൻഷ്യൽ എടുക്കുമ്പോൾ കോൺസ്റ്റന്റ് ആവാൻ വേണ്ടിയിട്ടാണ്. അത്രേ ഉള്ളൂ. ലോഗ് C2 ന് പകരം C2 എന്ന് കൊടുത്തുകൊണ്ടെന്ന് അതൊന്നും നിങ്ങളുടെ ഉത്തരത്തെ യാതൊരു തരത്തിലും ബാധിക്കില്ല. ലോഗ് C2 എന്തുകൊണ്ട് സാറ് ലോഗ് C2 കൊടുത്തു എന്ന് പറഞ്ഞാൽ അധികം ആലോചിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. ഓക്കെ, അപ്പൊ 1/x dx പറയുമ്പോൾ log x plus log y plus log z equal to log C2. ഓക്കെ, അപ്പൊ log a plus log b plus log c നെ log of abc എന്ന് നമുക്ക് എഴുതാം. log a minus log b നെ log of a by b എന്ന് എഴുതിയ പോലെ log a plus log b നെ നമുക്ക് log ab എന്ന് എഴുതാം. അപ്പൊ 3 ഉണ്ടെങ്കിൽ അതെന്താവും? log of abc എന്നാവും. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ ബാക്കി ഞാൻ ഇവിടെ എഴുതാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? log of xyz is equal to log C2. ഓക്കെ, രണ്ട് ഭാഗത്തും എക്സ്പൊണൻഷ്യൽ എടുക്കുക. e raised to log of xyz is equal to e raised to log of C2. ഓക്കെ, e raised to log x എന്ന് പറഞ്ഞാൽ x ആണ്, which implies xyz is equal to C2. xyz is equal to C2. xyz is equal to C2. അപ്പോൾ നമ്മൾ v എന്തായിട്ട് എടുത്തു? which implies v equal to xyz. v equal to xyz. ഓൾറെഡി u കണ്ടുപിടിച്ചിട്ടുണ്ട്. u എന്താണ്? x square plus y square plus z square. അപ്പോൾ general solution is phi of u comma v equal to 0, which implies phi of x square plus y square plus z square comma xyz equal to 0. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? or
എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു ഫൈവ് ഓഫ് എക്സ് വൈ സെറ്റ്. ബോത്ത് ആർ ഈക്വൽ. ഇങ്ങനെ എഴുതിയാലും ഒക്കെ ഒരേ മീനിങ് ആണ്. So that is the method of Lagrange's PDE solve ചെയ്യുന്ന മൾട്ടിപ്ലയർ മെത്തേഡ്. മൾട്ടിപ്ലയർ മെത്തേഡ് ആണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്തത്. അപ്പൊ നമ്മൾ യു കണ്ടുപിടിക്കാനും മൾട്ടിപ്ലയർ ആണ് യൂസ് ചെയ്ത്, വി കണ്ടുപിടിക്കാനും മൾട്ടിപ്ലയർ ആണ് യൂസ് ചെയ്ത്. അപ്പൊ ചിലപ്പോ ചില കേസിൽ നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത പോലെ ചിലപ്പോൾ നമുക്ക് ഗ്രൂപ്പ് ചെയ്തിട്ട് യു കണ്ടുപിടിക്കാൻ പറ്റും, മൾട്ടിപ്ലയർ യൂസ് ചെയ്തിട്ട് വിയും കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ പരീക്ഷയ്ക്ക് കൂടുതൽ അങ്ങനെ ചോദിക്കാനാണ് നമ്മൾ, അതായത് ഒരെണ്ണം ഗ്രൂപ്പ് ചെയ്തിട്ടും ഒരെണ്ണം മൾട്ടിപ്ലയർ യൂസ് ചെയ്തിട്ടും കണ്ടുപിടിക്കുന്ന രീതിയിലായിരിക്കും പരീക്ഷയ്ക്ക് പ്രോബ്ലം വരിക. ഓക്കെ, അപ്പൊ മൾട്ടിപ്ലയർ മെത്തേഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മൾട്ടിപ്ലയർ മെത്തേഡ് യൂസ് ചെയ്തിട്ട് എപ്പോഴും പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് അത് എല്ലാവരും ഈ പ്രോബ്ലം നല്ലോണം എഴുതി പഠിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇതില് സംശയത്തിന്റെ പ്രശ്നമില്ല. നമ്മൾ ഇതൊരു മെത്തേഡാണ്, നമ്മൾ PDE സോൾവ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ദാറ്റ്സ് ഓൾ. ഓക്കെ, അപ്പൊ ആ മെത്തേഡ് എന്താണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പൊ ഇവിടെ മൾട്ടിപ്ലയർ കണ്ടുപിടിക്കാനാണ് ഏറ്റവും ഡിഫിക്കൽട്ട് പാർട്ട്. നമ്മൾ ഏത് മൾട്ടിപ്ലയർ ചൂസ് ചെയ്യുമ്പോഴാണ് ഇത് സീറോ വരിക എന്നുള്ളതാണ് ഭയങ്കര ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ ടഫ് ആയിട്ടുള്ള ഒരു പോർഷൻ. അപ്പൊ അത് നമ്മൾ ഇങ്ങനെ നോക്കിയാൽ ആദ്യം എക്സ് വൈ സെറ്റ് നോക്കുക, കിട്ടിയില്ല. അപ്പൊ എക്സ് സ്ക്വയർ വൈ സ്ക്വയർ സെറ്റ് സ്ക്വയർ നോക്കുക. അങ്ങനെ അത് നോക്കുമ്പോൾ നമുക്കൊരു ഐഡിയ വരും, എന്ത് കൊടുത്താലാണ് സീറോ വരിക എന്നുള്ള ഒരു ഐഡിയ നമുക്ക് വരും. അപ്പൊ ആ ഐഡിയ പ്രകാരം കുറെ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി കാണുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും. ഓക്കെ, ഇതെല്ലാം വെറുതെ ആഡ് ചെയ്തൊക്കെ നോക്കുക. അപ്പൊ നമുക്ക് ഒരു ഐഡിയ വരും എവിടെയാണ് പ്രശ്നം എന്നുള്ളത് മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്താൽ മതി, മൾട്ടിപ്ലയർ ചൂസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ മൾട്ടിപ്ലയർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഈ ടൈപ്പ് ഓഫ് പ്രോബ്ലംസിൽ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പാർട്ട്. ഓക്കെ, സീരീസ് എക്സാമിന് നിങ്ങൾ പഠിക്കേണ്ടത് അപ് ടു ദിസ് ആണ്. ഓക്കെ, ഈ പ്രോബ്ലം വരെ നിങ്ങൾ സീരീസ് എക്സാമിന് പഠിക്കണം. അപ്പോൾ ആദ്യം പഠിക്കേണ്ടത് എന്താണ്, ഫോർമേഷൻ ഓഫ് PDE അല്ലെ. അതിൽ രണ്ടെണ്ണം, ആർബിട്രറി ഫംഗ്ഷൻ ഉണ്ട്, ആർബിട്രറി കോൺസ്റ്റന്റ് ഉണ്ട്. ആർബിട്രറി കോൺസ്റ്റന്റ്സ് എലിമിനേറ്റ് ചെയ്തിട്ട് PDE ഫോം ചെയ്യുന്ന പ്രോബ്ലംസ്, ആർബിട്രറി ഫംഗ്ഷൻസ് എലിമിനേറ്റ് ചെയ്തിട്ട് PDE ഫോം ചെയ്യുന്ന പ്രോബ്ലംസ്, പിന്നെ സൊല്യൂഷൻ, ഡയറക്റ്റ് ഇന്റഗ്രേഷൻ യൂസ് ചെയ്തിട്ട് സൊല്യൂഷൻ കാണുന്നത്, പിന്നെ ലഗ്രാഞ്ചേസ് ലീനിയർ PDEയുടെ ഈ പ്രോബ്ലം. ഇത്രയും നിങ്ങൾ സീരീസ് 1-ന് പഠിക്കണം. 20 മാർക്കിനായിരിക്കും പരീക്ഷ. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ എങ്ങനെയാണ് എന്നുള്ളത് ഒരു സർപ്രൈസ് ആണ്. നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യനും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ബുക്കിലുള്ള പ്രോബ്ലംസ് മാത്രമേ ചോദിക്കുള്ളൂ. അതുകൊണ്ട് അത് വൃത്തിയായിട്ട് എഴുതി പഠിച്ചവർക്ക് ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ, ചിലപ്പോൾ വാല്യൂസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി വരും. മെത്തേഡാണ് ഞാൻ പറഞ്ഞത്, ബുക്കിൽ ചെയ്തിട്ടുള്ള പ്രോബ്ലംസിന്റെ അതേ മെത്തേഡ് ആയിരിക്കും. ചിലപ്പോൾ എക്സിന്റെ സ്ഥാനത്ത് വൈ ആയിരിക്കും, വൈയുടെ സ്ഥാനത്ത് എക്സ് ആയിരിക്കും. അങ്ങനെയുള്ള മാറ്റങ്ങൾ ഉണ്ടാകും പ്രോബ്ലത്തിൽ. പക്ഷെ ജനറലി നിങ്ങൾ പഠിച്ച ടൈപ്പ് പ്രോബ്ലംസ് മാത്രമേ പരീക്ഷയ്ക്ക് ചോദിക്കൂ. ഓക്കെ, അപ്പൊ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. താങ്ക് യു.